നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ പെട്ടെന്ന് സാധാരണ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ എന്താ പറയുന്നത്, വേദപുസ്തക ഉപദേശങ്ങൾ, അതായത് തിയോളജിക്കൽ ട്രൂത്ത്സ് പഠിപ്പിച്ച ശേഷം, പത്യോപദേശം പഠിപ്പിച്ച ശേഷം 5 അധ്യായങ്ങളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം 6-ാം അധ്യായത്തിലേക്ക് ഫലപ്രദമായ ഒരു ജീവിതം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് ധർമ്മോപദേശത്തിലേക്ക് പൗലോസ് കടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ധർമ്മോപദേശം എല്ലാ ലേഖനങ്ങളിലും നമുക്ക് കാണാം. ധർമ്മോപദേശം ഇവിടെയും നമ്മളതങ്ങനെ കാണുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ആ അധ്യായം തീരുന്നവരെ ഇനി ധർമ്മോപദേശമാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ വിളി അനുസരിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച്, നമുക്ക് ലഭിച്ച ഉപദേശങ്ങൾ അനുസരിച്ച് ക്രിസ്തു നമ്മൾ ഉരുവാകുമ്പോൾ ഇനി ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് 6-ാം അധ്യായം പറയുന്നത്. ഇതൊരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ സൈൻ പോസ്റ്റ് ആണ്. നമ്മൾ എങ്ങനെ ആയിട്ടുണ്ട്, എങ്ങനെ ആകണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റിപ്പോവുകയാണെങ്കിൽ, അത് എപ്പോഴും നമ്മൾ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലായിട്ടുള്ളവർക്ക് തെറ്റിപ്പോകുന്നവരോട് സിമ്പതി ഉണ്ടാകും. ഞാൻ വളരെ ഹാർഷായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നെ കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് തുടങ്ങണം എന്ന് തോന്നും. നിസ്സാര കാര്യങ്ങൾ വരെയും വിധിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും നീതി നടപ്പാകാൻ വേണ്ടിയുള്ള ഭയങ്കര തിടുക്കം കാണിക്കുകയും ചെയ്ത ഒരു കഠിന ഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എനിക്ക് ഒരു കരുണയും ഉണ്ടായിരുന്നില്ല. അനീതി കാണിക്കുന്നവരോട് ഒരു കരുണയും ഇല്ലാത്ത ഒരു പരീശനായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവരിലുള്ളതിനേക്കാളും തിന്മ എൻ്റെ അകത്താണ് ഉള്ളതെന്നുള്ള കാര്യം. അത് ദൈവം എനിക്ക് ലജ്ജാകരമായ ഒരു സെൽഫ് എക്സാമിനേഷനിലൂടെ എന്നെ കാണിച്ചു തന്നാണ്. പിന്നെ അതാണ് ദൈവത്തിന്റെ കരുണ എന്താണെന്ന് എനിക്ക് ഒരു വെളിച്ചം തന്ന. അപ്പോ ശരിക്കും ഓരോ മനുഷ്യരോടും കർത്താവ് കാണിക്കുന്ന കരുണയെക്കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആരെയും വിധിക്കാൻ കഴിയത്തില്ല. അപ്പൊ ആത്മീകനാണ് നമ്മളെങ്കിൽ നമ്മൾ സൗമ്യതയുടെ ആത്മാവിൽ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് കടമയുണ്ട്. അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഇത് എൻ്റെ അനുഭവ പാഠവും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ വഴിതെറ്റിപ്പോയവനായിട്ട് കാണുമ്പോൾ അവനോട് ക്രൂദ്ധമായി ഇടപെട്ട് നാളെ അതിലും വലിയ കുഴിയിൽ എന്നെ കാണാൻ സാധിക്കാം. കാരണം ഞാനും അവനെ പോലെ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവനാണ്. അവന്റെ പരീക്ഷയിൽ അവൻ തോറ്റുപോയതിനെ അവനെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ അവഗണിക്കുമ്പോൾ, അവനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, നാളെ ഒരു പരീക്ഷണത്തിൽ വീഴാവുന്ന ഒരു ജഡമനുഷ്യനാണ് ഞാനെന്നും നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയില്ലെങ്കിൽ നമ്മൾ ഇതേ പരീക്ഷയിൽ നടക്കൂരുങ്ങാം. കാരണം ദൈവം നീതിമാനായതുകൊണ്ട്, അവൻ എന്നോട് കാണിച്ച കരുണ അവനോടും കാണിക്കാൻ വിശ്വസ്തനായതുകൊണ്ട്, നമ്മൾ അവനോട് അവിശ്വസ്തതയും ദേഷ്യവും കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ വിധിക്കുമ്പോൾ, നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ് നമ്മളെ കൊണ്ടു നിർത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ മറ്റൊരാളെ നാശത്തിലേക്ക് പറഞ്ഞു വിടാം, അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മൾ സൗമ്യതയുടെ ആത്മാവിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഞാനിത് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലും ഈ പഴയ എന്താ പറയുന്നത്, ആ ഒരു അനീതിയോടുള്ള വയലൻസ്, നമുക്കൊരു ആത്മരോഷം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഈ ആത്മരോഷം പലപ്പോഴും ഒരു പാപിയെ റിസ്റ്റോർ ചെയ്യുന്നതിൽ എന്നെ സഹായിക്കാതെ പോവാം. ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമ്മുടെ പാപങ്ങളുടെ മോചനത്തെക്കുറിച്ചും, നമുക്ക് വേണ്ടി കർത്താവ് ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചതിനെ കുറിച്ചും നമ്മൾ ഓർക്കുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ വിധിക്കാൻ വളരെ സ്ലോ ആയിരിക്കും. അവനൊരു അവസരം കൂടെ കൊടുക്കാൻ ദൈവം എനിക്ക് തരുന്ന പോലെ നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കുന്നവരായിട്ട് മാറും. ഇത് ശരിക്കും നമ്മുടെ ആത്മീയതയുടെ ലക്ഷണമാണ്. ഇത് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഇങ്ങനൊരു കൊട്ടേഷൻ ഉണ്ട്. ഒരു യഥാർത്ഥ ആത്മീയൻ അവനവന്റെ കാര്യത്തിൽ വളരെ കട്ടിയോടെ ഇടപെടുന്നവനും മറ്റുള്ളവരുടെ കാര്യത്തിൽ കരുണ കാണിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് നേരെ തിരിച്ചാണ്. അതായത് അവനവന്റെ കാര്യത്തിൽ ഒരു ചോദ്യമില്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭരിക്കാനുമാണ് ഇന്ന് ആത്മീയത. അതാണ് ആത്മീയത എന്ന് വിശുദ്ധിക്ക് വേണ്ടി ചൂടോടെ നിൽക്കുന്നവരെ അവസാനം വീഴുന്ന കാണുന്നത് കൊണ്ടാണ്.
തിരിച്ചാണ്. നമ്മളോട് നമ്മൾ കഠിനതയുള്ളവരും മറ്റുള്ളവരോട് നമ്മൾ ലീനിയന്റുമായി കഴിഞ്ഞാൽ യഥാർത്ഥ കരുണ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാത്ത ഒരുത്തന്റെ തലയ്ക്ക് കയറുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ കഠിനതയിൽ ഡിസിപ്ലിൻ ചെയ്യുകയും മറ്റുള്ളവർക്ക് അഴിച്ചുവിടാനല്ല, മറ്റുള്ളവർക്ക് അതിന്റെ ലീനിയൻസി ക്ഷമയും അവരോട് കാണിക്കുകയും ചെയ്യുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ തന്നെ നന്മയ്ക്ക് അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ മറ്റൊരാളെ യഥാസ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പരീക്ഷയിലകപ്പെടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ പുറത്താക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, അവരെ കൈവിട്ട് കളയുമ്പോൾ നമ്മളും അതേ പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 2-ാം വാക്യത്തിൽ പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇപ്പൊ വേറൊരാളുടെ ഭാരം നമ്മുടെ ഭാരമാണ്. നമ്മൾ 5-ാം അധ്യായത്തിൽ കണ്ടതാണ്. ഇതിന് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല. സഹോദരനോട് എനിക്ക് തോന്നുന്ന മനോഭാവത്തിന് വിരോധമായി വേറൊരു ന്യായപ്രമാണവും ഇല്ല. ഓക്കെ, അപ്പൊ അവന്റെ ഭാരം എന്റെ ഭാരമായി മാറുന്നതാണ് ശരിക്കുമുള്ള ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാക്കൽ. വേറൊരാളുടെ ഭാരത്തെ ചുമക്കാൻ പറ്റുന്നതാണ്, ഞാൻ ചുമക്കുന്നതാണ് ശരിക്കുമുള്ള ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും കഠിനമായി നമ്മെ തന്നെ പരിശോധിക്കണമെന്നാണ് ഇതെല്ലാം നമ്മെ കാണിക്കുന്നത്. കഠിനമായ സെൽഫ് എക്സാമിനേഷന് നമ്മൾ എപ്പോഴും വിധേയരായിരിക്കണം. ഇത് പലപ്പോഴും എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റാൻഡ് ഓൺ എ മോറൽ ഹൈ ഗ്രൗണ്ട്, കണ്ടം അതേഴ്സ്. അതുകൊണ്ട് ഈ പാവബോധം എന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു കണ്ണാടിയിൽ നിന്ന് കുറെ നാൾ. വിശ്വാസം വന്ന ശേഷം, പ്രസംഗനായ ശേഷം, ഐ വുഡ് നോട്ട് ലുക്ക് ഇൻ ടു എ മിറർ ബിക്കോസ് ഐ വാസ് അഫ്രൈഡ് ഓഫ് മൈസെൽഫ്. കാരണം ഇവനെ എങ്ങനെ, എന്താണ് ഇവനുള്ള റൈറ്റ് എന്നുള്ള ഒരു ചോദ്യം. ബിക്കോസ് ദാറ്റ് സെൻസ് ഓഫ് എന്താ പറയുന്നത്, ഡിസേർവ്ഡ്നെസ്. അപ്പോ അവനവനെ വിധിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചാലേ അത് പറ്റും. സ്വാഭാവികമായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തമായി വിധിക്കുകയും നമ്മളെ കാണിച്ചു തരികയും വേണം. ഞാൻ എന്തുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എല്ലാം അനുസരിക്കുന്നവനാണെന്നും ഞാൻ ഭയങ്കര നീതിമാനാണെന്നും എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെന്താ അങ്ങനെ ആകാത്തത്, എന്നെ പോലെ ആകാത്തത് ഒരു വലിയ കൺസേൺ ആണ്. എന്നെ പോലെ ഒരു നീതിമാനും പരിശുദ്ധനും ഒക്കെ ആയിട്ട് അവരെന്താ മാറാത്തത്? ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ, ഞാൻ അനുസരിക്കുന്നില്ലേ? ഇതൊരു മോറൽ ഹൈഗ്രൗണ്ടിലുള്ള ടീച്ചിങ് എന്ന് പറയുന്നത്. അതിനെതിരെയാണ് ഗലാത്യ ലേഖനം ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹ്യൂമൻ വർക്ക്സ്. നോ മാൻ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബിഫോർ ദ ലോർഡ് ബൈ ഗുഡ് വർക്ക്സ്, എനി എമൗണ്ട് ഓഫ് ഗുഡ് വർക്ക്സ്. അപ്പോ നമ്മുടെ യഥാർത്ഥ പിക്ചറിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുക എന്നുള്ളതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ആൻഡ് വി ക്രിട്ടിക്കലി അനലൈസ് അവർസെൽവ്സ് മച്ച് മോർ ദാൻ എനിവൺ എൽസ്. വേറെ ആരെക്കാളും നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ശരിക്കും നമ്മളെ തന്നെ അനലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്പനായിരിക്കെ തന്നെ മഹാൻ എന്ന് തോന്നും. അങ്ങനെ നിരൂപിച്ചാൽ അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു. അതായത് രണ്ടുപേര് പുകഴ്ത്തി പറയുമ്പോൾ, രണ്ടുപേര് ഉയർത്തി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ എന്നെ മഹാൻ എന്ന് മറ്റുള്ളവർ വിചാരിച്ചാലും ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ഞാൻ വഞ്ചിക്കപ്പെടും. കാരണം എന്റെ ഒറിജിനൽ സ്വഭാവം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്തുകൊണ്ട് കൃപയിൽ മാത്രം നിൽക്കുന്ന ആളാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതാണ് ഓരോ വിശ്വാസിയും പഠിക്കേണ്ട പാഠം. ചില ആൾക്കാർ വിചാരിക്കുന്നത്, അവർ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അവർ വിചാരിക്കുന്നത്, ഞാൻ ഈ ഉപദേശിച്ചില്ലെങ്കിൽ ഇവരെല്ലാം നശിച്ചു പോകും, അതുകൊണ്ട് ഇവരെല്ലാം നന്നാക്കാൻ ഞാൻ ഇറങ്ങിയേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് പല ആളുകളും ഉപദേശിക്കുന്നത്. എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരിലും മഹാനാണ് എന്നുള്ളൊരു ഇംപ്രഷൻ അതിനകത്ത് വരും. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, വചനം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ അപകടത്തിലേക്ക് നമുക്കും വന്നു ചാടാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഓരോരുത്തരും താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അപ്പൊ ഇത്രയും 4 വാക്യങ്ങൾ, ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗ ഇമ്പോർട്ടന്റ് ഈസ് സെൽഫ് എക്സാമിനേഷൻ. അത് എത്ര ക്രിട്ടിക്കലായിട്ട് നമ്മൾ പരിശോധിക്കണം. ഒരു ദയവുമില്ലാതെ, കരുണയില്ലാതെ.
നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മുടെ ജഡത്തെ വിധിക്കുകയും ചെയ്യണം. തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും എന്ന് പറഞ്ഞാൽ തള്ളുന്ന പരിപാടി നിൽക്കും എന്നർത്ഥം. അതായത് പുകഴ്ത്തി പറയുന്ന, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പുകഴ്ത്തി പറയുന്ന പരിപാടി നിർത്തും. നമ്മൾ ശരിക്കൊന്ന് കണ്ടാൽ പിന്നെ അത്ര ആഞ്ഞു തള്ളുകയില്ല എന്നർത്ഥം. കാരണം നമ്മളെ നമുക്ക് മനസ്സിലാകാൻ അത് വലിയ പാടാണ്, സെൽഫ് എക്സാമിനേഷൻ. പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പുകഴ്ത്തി പറയുന്ന ആൾക്കാർ പുകഴ്ത്തി പറയുന്നതാണ് നമുക്ക് വിഷമം തോന്നും. വിഷമം അഭിനയിക്കുന്നല്ല, വിഷമം തോന്നും. ഇനി എന്തെങ്കിലും നല്ലതായിട്ട് തോന്നിയാൽ ആ പ്രശംസ വെളിയിൽ പറയൂല. കാരണം വേറെ ആ ഒരു വെളിയിൽ പറഞ്ഞാൽ ഭയമായിരിക്കും അത് വെളിയിൽ പറയാൻ. കാരണം എന്താ പറയുന്നത്, എന്നെ കുറിച്ചുള്ള എന്റെ പിക്ചർ അതുപോലെ ആയിരിക്കും. അപ്പൊ തന്നിൽ തന്നെ അടക്കി വയ്ക്കുന്ന പ്രശംസ വെളിയിൽ മനുഷ്യരുടെ മുമ്പിൽ സ്വയം പ്രശംസിച്ചാൽ അത് തന്നെത്താൻ വിധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടയാളം. അപ്പൊ ട്രൂ സ്പിരിച്വാലിറ്റി എൻറ്റെയിൽസ് ക്രിട്ടിക്കൽ സെൽഫ് എക്സാമിനേഷൻ, മെർസിലെസ് സെൽഫ് എക്സാമിനേഷൻ ടു ദ വെർജ് ഓഫ് കണ്ടംനേഷൻ. നമ്മൾ പക്ഷെ വിധിക്കപ്പെടുന്നില്ല, ദൈവത്താൽ കരുണ കാണിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ ആശ്വാസം. അത് മാത്രമായിരിക്കണം നമ്മുടെ ആശ്വാസം. ദ ലോർഡ് ഹാസ് ഷോൺ മെഴ്സി ഓൺ us എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. അവന്റെ കൃപയിലാണ് നമ്മൾ ആശ്വസിക്കുന്നത്. ഈ കൃപ എന്ന വാക്ക് പറയുമ്പം നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചില ആൾക്കാർ പറയാം, ഇപ്പൊ പ്രവൃത്തി നോക്കാതെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? ഇല്ല. നമ്മൾ എത്ര ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നോ, പാപം എത്ര പെരുകുന്നോ, നമ്മുടെ അനാലിസിസിന്റെ ഫലമായിട്ട് പാപം എത്ര പെരുകുന്നു, അല്ല പ്രവൃത്തിയുടെ ഫലമായിട്ട് പാപം പെരുകുമ്പോഴല്ല, അനാലിസിസിന്റെ ഫലമായിട്ട് പാപം എത്ര പെരുകി നമ്മൾ കാണപ്പെടുന്നോ അവിടെയാണ് കൃപയുടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ഞാൻ എന്നെ തന്നെ നിസ്സാരനും പാപിയുമായിട്ട്, അതായത് ബലഹീനനായിട്ടും കാണുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. ഓക്കെ, അത് പാപം ചെയ്തിട്ടല്ല, അത് എക്സാമിനേഷന്റെ പവറാണ്. എത്ര ആഴമായിട്ട് ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വെളിപ്പാട് നമുക്ക് തരുന്നത്, കൃപയുടെ വെളിപ്പാട്. അതില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഒന്ന് ശരിക്കും എക്സാമിൻ ചെയ്ത് നോക്കി, നമ്മുടെ പൊടി പോലും കാണില്ല. പിന്നെ നമ്മൾ നിൽക്കുന്ന ആകെ കൃപയിലാണ്. അപ്പൊ ഒന്നുകിൽ റൈച്ചസ്നെസ്സിൽ നമുക്ക് ആശ്രയിക്കാം, നമ്മുടെ സ്വന്തം റൈച്ചസ്നെസ്സിൽ ആശ്രയിക്കാം, എന്നിട്ട് അഭിമാനത്തിൽ ഗമയിൽ നടക്കാം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ ക്രിട്ടിക്കലായിട്ട് സെൽഫ് എക്സാമിൻ ചെയ്ത ശേഷം ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവേ നിന്റെ കൃപ മതി എന്നുള്ള രീതിയിലേക്ക് വരാം. ഇപ്പൊ കൃപ എവിടെയാ പെരുകുന്നത്? നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൈച്ചസ് ആണെന്ന് കണ്ടുപിടിക്കുമ്പോഴല്ല, സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞ് കർത്താവെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എനിക്ക് മനസ്സിലാകുമ്പോഴാണ് കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. ഓക്കെ, അത് ഇത്രയും പറഞ്ഞാൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാം ഈ കൃപ എന്ന വിഷയത്തെ കുറിച്ച്. അതായത് ഒരേപോലെ ജീവിക്കുന്ന രണ്ടുപേര്, ഒരേപോലെ ജീവിക്കുന്ന, അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. ജസ്റ്റ് ഇമാജിൻ, എല്ലാ പ്രവൃത്തി ഒരുപോലെ ചെയ്യുന്ന ഒരാൾ. ഒരു കൂട്ടര് നോക്കുമ്പോൾ അവൻ കൽപ്പനകളിൽ അനുസരിക്കുന്നുണ്ട്, ഒരുത്തൻ നോക്കുമ്പോൾ അവനവൻ തന്നെ. ഓക്കെ, അവൻ കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, മോശമായി നടക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, കൊല്ലുന്നില്ല, ഒരു കൽപ്പനയും തെറ്റായിട്ട് ചെയ്യുന്നില്ല, സഹോദരന് വല്ലതും കൊടുക്കുന്നു, 10% ദശാംശമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തോന്നാൻ വേണ്ടിയാ. അപ്പൊ ഇതെല്ലാം ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ വിചാരിക്കുകയാണ്, ഓ ഞാൻ കുഴപ്പമില്ല, മറ്റവനേക്കാളും ഭേദമാണ്. അപ്പൊ ഇവൻ കൃപയിലല്ല ആശ്രയിക്കുന്നത്, ഇവൻ എന്തിലാണ് ആശ്രയിക്കുന്നത്? അവന്റെ അനുസരണത്തിൽ, അവന്റെ പ്രവൃത്തിയിലാണ് ആശ്രയിക്കുന്നത്. മറ്റവൻ അങ്ങനെയല്ല. മറ്റവൻ ഇരുന്ന് ആലോചിക്കുക, എന്റെ കർത്താവേ ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ എത്ര പാപിയാണ് കർത്താവ്, എന്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിക്കുന്ന പോലൊന്നും ആകുന്നില്ലല്ലോ. അവൻ ക്രിട്ടിക്കൽ സെൽഫ് എക്സാമിനേഷന്റെ ആളാണ്. അവൻ നോക്കിയിട്ട് അവന് നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവന്റെ ഉള്ളിൽ പാപം അവൻ പെരുകിച്ച് കാണും. മറ്റവൻ അങ്ങനെ അല്ല ചെയ്യുന്നത്. അവൻ അത്ര എക്സാമിൻ ചെയ്യുന്നില്ല, അത്ര എക്സാമിൻ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ പ്രവൃത്തികളിൽ അഭിരമിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെയുള്ള വേറൊരുവൻ, അവൻ ഇതിനെ എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ മഹാപാപിയായിട്ടാണ് കരുതുന്നത്. അപ്പൊ അവന്റെ പാപം പെരുകിയിരിക്കുന്ന ആരുടെയാ? ഈ രണ്ടാമത്തവന്റെയാണ് പാപം പെരുകി കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അവൻ കൂടുതൽ പാപം ചെയ്തതുകൊണ്ടല്ല, അവന്റെ എക്സാമിനേഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുകയും അവൻ അവനെ തന്നെ ബലഹീനനും പാപിയുമായി ദൈവത്തിന് മുമ്പിൽ കൺഫ്യസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ എവിടെയാണ് കൃപ അവൈലബിൾ ആകുന്നത്? ഈ രണ്ടാമത്തവൻ പറയുന്നത്, കർത്താവെ നിന്റെ കൃപയില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളുകയില്ല.
നീ എന്നെ അക്സെപ്റ്റ് ചെയ്തതിനായിട്ട് സ്തോത്രം. എനിക്ക് വേറെ ഒന്നിനും പ്രശംസിക്കാനില്ല. കൃപ, കരുണ, ന്യായവിധിയെ ജയിച്ച് പ്രശംസിച്ചിരിക്കുന്നു. ഏത് മനുഷ്യൻ തന്നെ എക്സാമിൻ ചെയ്താൽ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. കാരണം അതാണ് ദൈവത്തിന്റെ നീതിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കൃപയാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു അപ്പൊ പ്രവൃത്തിയല്ലേ ചോദിക്കുന്നത്. എന്തെങ്കിലും കഥയുണ്ടോ? ഒരു കഥയില്ല. നമ്മൾ സ്വയം തള്ളലുകാരാകാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഇത് പറയുന്നത്. നമ്മളെ എന്തെങ്കിലും കണ്ടിട്ട് സ്വയം പ്രശംസിച്ച് നമ്മൾ ആത്മീയരാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്ത് നമ്മൾ തന്നെ ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന ദുരിതത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഇത് പറയുന്നത്. മറ്റുള്ളവരുടെ മത്സരം, നമ്മുടെ മത്സരം. ഓക്കെ, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. അപ്പൊ അവൻ എന്തെങ്കിലും കുഴപ്പമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവന്റെ ചുമട് അൾട്ടിമേറ്റ്ലി അവൻ തന്നെ ചുമന്നുള്ളൂ. അടുത്ത വാക്യമാണ് പാസ്റ്റർമാരുടെ വാക്യം. ഇത് പാസ്റ്റർമാരുടെ മാത്രം വാക്യം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കും. ഇത്തിരി പാടാണ്. പൈസയുടെ കാര്യം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. 100 രൂപ കിട്ടുമ്പം ഒരു ഓഹരി, അത് 1 രൂപയിലും എന്തെങ്കിലും ഓഹരി എന്നില്ല, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ നന്മയിലെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. സാധാരണഗതിയിൽ എന്ത് നന്മ എന്ന് പറഞ്ഞാൽ ഉടനെ അത് പണമായിട്ടാണ് നമ്മൾ ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പൊ ഈ ശുശ്രൂഷകർക്ക് പണം കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഇത്രമാത്രം പണം? എന്താണ് എല്ലാ നന്മയിലും ഓഹരി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണം കൊടുക്കണ്ടെന്നല്ല. പക്ഷെ നന്മ എന്നുള്ള വാക്ക്, ഇതെന്താ ഈ നന്മ എന്നുള്ളത് ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി. എനിക്ക് മനസ്സിലായത് നന്മ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണോ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയ ഗുഡ്നെസ് എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാക്ക്. അതെന്തും ആകാം. നമ്മുടെ ഒരു നല്ല വാക്കാകാം, നമ്മൾ എന്താ പറയുന്നത്, ഒരാത്മീകമായ നന്മയാകാം, എന്തുമാകാം. അപ്പൊ പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് പറയുന്ന, പണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു കച്ചവട സാധ്യത അല്ല അവിടെ പൗലോസ് തുറന്നിട്ടിരിക്കുന്നത്. ഒരു സ്നേഹത്തിന്റെ സാധ്യതയാണ്, ഒരു ശിക്ഷണത്തിന്റെ സാധ്യതയാണ്. ഓക്കെ, പണം വെച്ച് അളക്കാവുന്ന ഒന്നല്ല കർത്താവിന്റെ വേല എന്ന് പറയുന്നതും വചനം എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അതായത് ദൈവം നൽകിയ നന്മകൾ എന്ന് പറയുന്ന പണവുമായിട്ട് മാത്രം ബന്ധിപ്പിക്കരുത്. ഒരു ഭൗതികമായ കാര്യവുമല്ല അത്, അതും ഉണ്ടാകാം. പക്ഷെ പ്രധാനമായും അവിടെ എംഫസിസ് എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്. എന്താ, ദൈവം നമുക്ക് തന്ന മാനം, നമുക്ക് തന്ന ബഹുമാനം, നമുക്ക് തന്ന കരുണ, ദൈവം നമുക്ക് തന്ന നന്മ, അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു വാക്കാണത് ഗ്രീക്കിൽ. ഓക്കെ, അതവിടെ നമുക്ക് നിർത്താം. മനസ്സിലായി കാണുമല്ലോ. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പൊ ഈ വാക്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവൻ ക്ലാസ് കേട്ടിട്ട് വചനം പഠിച്ചിട്ട് പിന്നെ ഇരുന്ന് അവനെ കുറ്റം പറയുന്നതിന് പകരം ഓക്കെ എന്ത് ചെയ്യണം? ദൈവം കാണിച്ച കരുണയുടെ ഒരു ഭാഗം ഈ മനുഷ്യനും കൊടുക്കണം. കാരണം അവൻ ആ നന്മ അർഹിക്കുന്നു. നമ്മൾ വിധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിധിക്കുന്ന പാസ്റ്റർമാരെയാണ്. വിവേചിക്കുന്നത് നല്ലതാണെങ്കിലും വിധിക്കുന്നത് ശരിയല്ല. ഇന്നൊരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുമ്പോൾ അവൻ ഏത് ആത്മാവിലാണെന്ന് വിവേചിക്കാനുള്ള കടമ നമുക്കുണ്ട്. അവൻ പറയുന്ന വചനം തന്നെയാണോ അതോ സ്വന്തം മനസാക്ഷിക്ക് ചൂടുപിടിച്ചാണോ സംസാരിക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള കടമ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ വിധിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. അത് ടീച്ചേഴ്സിനെ ആയാലും ആരെയായാലും. പണ്ടൊരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് എന്താ ഫുഡ് എന്ന് ചോദിച്ചപ്പം പുള്ളി ആ കൊച്ചു പറഞ്ഞ്, അത് ഒത്തിരി ഫുഡുണ്ട്, അതിന്റെ കൂടെ ഞങ്ങൾ പാസ്ട്രയും കൂടെ വറുത്താണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. കാരണം ഒന്ന് ഉച്ചയ്ക്ക് ഞായറാഴ്ചത്തെ വർഷിപ്പ് കഴിഞ്ഞ് നിന്നാൽ ഇവർക്ക് ഈ പറയാൻ ഒത്തിരി കഥകൾ കാണും. പാസ്റ്റർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവൻ എന്താണ് അങ്ങനെ ചെയ്തത്, പുള്ളി ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? അപ്പൊ ഇതെല്ലാം ചോദിച്ചാണ് ഈ ഫുഡ് കഴിച്ച് ശരിക്കും ഇറങ്ങുള്ളൂ. അപ്പൊ ഇവിടെയും നമ്മൾ നന്മ കാണിക്കുന്നവരാകണം എന്നുള്ളതാണ് ഇവിടെ
അത് വിവേചിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ജാഗ്രതയോടെ വിവേചിക്കുകയും വേണം. ഓരോ പഠിപ്പിക്കലിനെയും ജാഗ്രതയോടെ വിവേചിക്കും. അതേ സമയത്ത് നമ്മൾ കരുണയുള്ളവരും ആ കരുണ എന്ന നന്മ നമ്മൾ പ്രാപിച്ചതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകുന്നവരും ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെ പാസ്റ്റർമാർ കേട്ടാ വിചാരിക്കുക ഇയാളുള്ള പൈസയും കൂടെ തട്ടിമാറ്റാനുള്ള പരിപാടിയാണല്ലോ. സഹോദരങ്ങളെ, ഈ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അതല്ല ഈ നന്മ എന്ന് പറഞ്ഞ ഉടനെ അത് പണം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കരുത്. പൗലോസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല ഈ വാക്യം വായിച്ച്. ചിലപ്പോൾ ഉണ്ടായിരിക്കും, അറിയില്ല, ഇറ്റ്സ് നോട്ട് ക്ലിയർ. പക്ഷെ ഗ്രീക്കിൽ നോക്കിയപ്പോൾ അത് ഭൗതികം എന്ന പോലെ തന്നെ ആത്മീകമെന്ന് എഴുതിയത്. അപ്പൊ എല്ലാ നന്മയിലും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ സ്പീക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. അവിടെ എഴുതിയിരിക്കുന്ന മോറൽ നന്മ, അതായത് ഫിസിക്കൽ ആൻഡ് മോറൽ നന്മ എന്നാണ് ആ വാക്ക് ശരിക്കും അതിന്റെ അർത്ഥം. സോ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഓക്കെ, അപ്പോ ദൈവത്തെ പരിഹസിക്കരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കർത്താവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിത്യജീവനിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ചവരാണ്. അപ്പൊ നമ്മൾ വിതയ്ക്കുന്നത് ആത്മാവിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. അപ്പൊ ഏതാണ്ട് നന്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത്. കാരണം ദൈവം നമ്മെ എങ്ങനെ ദൈവത്തെ പരിഹസിക്കുന്നത്? വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിക്കരുത്. ഈ വഞ്ചനപ്പെടാതിരിപ്പിൻ എന്നുള്ള വാക്കിൽ നമ്മൾ ഇന്ന് രാവിലെ വായിച്ചായിരുന്നു. എവിടെയാ വായിച്ചത്? 3-ാമത്തെ വാക്യത്തിൽ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നെന്ന് നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത്. കാരണം ദൈവം നമുക്ക് തരുന്ന നന്മകളെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. നമ്മോട് കർത്താവ് കാണിച്ച കരുണ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കരുത്. ഓക്കെ, ആ കരുണ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കരുത്. ദൈവം നമുക്ക് തന്ന ഓഹരി, നമുക്ക് തന്ന നന്മ, ആ നന്മ വേറൊരാളിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കരുത്. ഇത് ശരിക്കും സ്വയം വിധിക്കുന്നവർക്ക് അത് എളുപ്പമാണ്. സ്വയം വിധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കരുണയാൽ നിൽക്കുന്നവരാണ്. അപ്പൊ മറ്റുള്ളവരോടും അതേ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നന്മ ചെയ്യൽ നാം മടുത്തു പോകരുത്. അടുത്തവൻ ജഡത്തിൽ വിതയ്ക്കുന്നവൻ. അപ്പൊ ദൈവത്തെ പരിഹസിക്കരുതെന്ന് പറയാനുള്ള കാരണം, ദൈവം എന്നെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്നവനായി മാറിക്കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ന്യായവിധിയെ പരിഹസിക്കുന്നവരെയാണ്. എക്സാമ്പിൾ, ഒരു തെറ്റ് ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം എന്ന് വിചാരിച്ചു. ഇപ്പം ദ്രവ്യമാണല്ലോ എല്ലാവരും ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമുണ്ട്. എക്സാമ്പിൾ, അപ്പൊ ഞാൻ കർത്താവിൽ നിന്ന് കരുണ പ്രാപിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ വേറൊരുത്തിന് ദ്രവ്യാഗ്രഹം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും. എന്നിലിതുണ്ട്, ഞാൻ അതിനോട് യുദ്ധം ചെയ്ത് കഷ്ടിച്ചാണ് ജയിക്കുന്നത്. എനിക്ക് കിട്ടിയ ജോലി മതിയാവുന്നില്ല, കിട്ടിയ പൈസ മതിയാവുന്നില്ല, വെച്ച വീട് മതിയാവുന്നില്ല, ഒന്നും മതിയാവുന്നില്ല. പക്ഷെ വേറൊരുത്തനിൽ ഇത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റും. ശരിയല്ലേ? ഇത് അത്യാഗ്രഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് വേറൊരാളിൽ കണ്ടാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഇതേ സാധനം ഇതിനേക്കാൾ ശക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊട്ട് അറിയത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഈ അത്യാഗ്രഹം എന്നുള്ളത്. അവിടെ എവിടെ നോക്കിയാലും നമ്മൾ വഞ്ചിക്കപ്പെടും, ദൈവത്തെ പരിഹസിക്കും. അപ്പൊ നമ്മളെ വെറുതെ വിട്ട ദൈവം അവനെ വെറുതെ വിടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നെ നീ വെറുതെ വിട്ടു, പക്ഷെ അവനെ നീ വിടരുത്. ഇതെങ്ങനെയുണ്ട് ഈ ഐഡിയ? എന്നോട് നീ കരുണ കാണിച്ചു, ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവനെ നീ വെറുതെ വിടരുത്. എങ്ങനെയുണ്ട്? ഇതിനെയാണ് ദൈവത്തെ പരിഹസിക്കരുതെന്ന് പറയും. സോ വി നീഡ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് മെഴ്സി വിച്ച് വി റിസീവ് ടു എവരി വൺ. അപ്പൊ വചനം പഠിപ്പിക്കുന്നവരോടും നമ്മൾ കരുണയോടെ, എന്നെയും കരുണയോടെ നിങ്ങൾ കാണണമെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ, അതുകൊണ്ട് ഇവിടെയും ജഡത്തിൽ വിതച്ചാൽ എന്ത് സംഭവിക്കും? കരുണ കാണിക്കാത്തവന് കരുണയില്ലാതെ ശിക്ഷാവിധി ഉണ്ടാകും. അവിടെയാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തെ നമ്മൾ വായിച്ചത്. കരുണ കാണിക്കാത്തവന് കരുണ കൂടാതെ ശിക്ഷാവിധി ഉണ്ടാകും.
ഓക്കെ. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വിവേചിക്കണം. തീർച്ചയായിട്ടും സഭയിൽ ഒരുത്തൻ നിയമം തെറ്റിച്ച് നടന്നാൽ അവനെ ക്രമപ്പെടുത്തുകയും ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒക്കെ വേണം. അതെല്ലാം വേണം. പക്ഷെ അതേ സമയത്ത് അവനെ സൗമ്യതയുടെ ആത്മാവിൽ ക്രമപ്പെടുത്തണം. ഇതിനർത്ഥം നിയമത്തെ നമ്മൾ ലൂസാക്കി വിടണമെന്നല്ല. നിയമത്തെ ലൂസാക്കി വിടാൻ പാടില്ല. പക്ഷെ അത് അവനെ കുറ്റം പറയും, വിധിക്കുകയും കൊല്ലുകയും അല്ല ചെയ്യേണ്ടത്. സൗമ്യതയുടെ ആത്മാവിൽ അവരെ തിരുത്തുകയാണ് വേണ്ടത്. ഓക്കെ. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എല്ലാം പ്രധാനപ്പെട്ട വാക്യമാണ് നമ്മളെ സംബന്ധിച്ച്. അതാണ് ഈ ചില വാക്യങ്ങൾ കൂടുതൽ പ്രധാനമാകുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. കാരണം നമ്മളോട് അത് കൂടുതൽ സംസാരിക്കും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഈ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു മനുഷ്യനുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവന് കുറച്ച് പൈസ കടം കൊടുക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അവൻ ആ വഴിക്ക് വരാൻ പോകുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിലപ്പോൾ വഴക്കുണ്ടാവും. അല്ലെ നമ്മളെ കാണുമ്പോൾ ഇവന് പൈസ കൊടുക്കാനുണ്ടല്ലോ, അവൻ അതുകൊണ്ടാണോ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാം അവന് ഒരുത്തിനും ഒരു നന്മ ചെയ്യരുത് ബ്രദർ. ഈ കാലത്ത് കേട്ടിട്ടുണ്ടോ ഇത്? നന്മ ചെയ്താൽ അത് തിരിച്ചടിക്കും. മനുഷ്യർക്ക് ഒരു നന്ദിയുമില്ല. അവര് പൈസയെ മേടിച്ചിട്ട് കുറ്റം പറയും, ഉറപ്പാ. അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് തോന്നും മതിയായി, ഇനി ഒരുത്തിനും നന്മ ചെയ്യുന്നില്ല, പൈസ കൊടുക്കുന്നില്ല, ഇതൊന്നും ശരിയാവുന്നില്ല. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രലോഭനം, അവര് കള്ളം പറഞ്ഞ പൈസ അടിച്ചു മാറ്റി, ഇനി മേലാൽ ഞാൻ കൊടുക്കില്ല. ഇനി ഇങ്ങനെ ഒരു സഹായം ഇനി ചെയ്യേണ്ടി വന്നാൽ ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. കാരണം മടുപ്പ് തോന്നുന്നോണ്ട് അങ്ങനെയൊക്കെ പറയും. തീർച്ചയായിട്ടും നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. ഇപ്പം ഉള്ളിൽ വേദന തോന്നുന്നുണ്ടായിരിക്കും, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അങ്ങനെ ആരും അടിച്ചുകൊണ്ട്. അവിടെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സമ്പത്തിന്റെ അപഹാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കാര്യമല്ല എന്ന് നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിൽ ഏത് വഴി പോയാലും നമുക്ക് ഒരു വിഷമമൊന്നും ഉണ്ടാകത്തില്ല. ഇത് നമുക്ക് കാര്യമാണെങ്കിൽ ഒരു പൈസ താഴെ പോയാലും നമുക്ക് വിഷമമുണ്ട്. ഇത് എന്റെ സ്റ്റുവാർഡ്ഷിപ്പിനെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ പൈസ ചെലവാക്കുന്ന കാര്യത്തിനെ അത് ബാധിക്കുന്നില്ല. വേറൊരുത്തൻ നമ്മളെ വഞ്ചിച്ചാൽ അവൻ ചെലവാക്കുന്നതിനേ ഉള്ളൂ അവൻ ഉത്തരം പറയണ്ട. അവന്റെ ഭാരം അവൻ ചോദിച്ചു. അങ്ങനല്ലേ ഇപ്പൊ വായിച്ച്? ഒരാൾ കർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ അത് അവൻ കർത്താവിനോട് ഉത്തരം പറഞ്ഞോളൂ. അപ്പോ എല്ലാത്തിന്റെയും പുറകെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ നടന്നാൽ നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകും. ഓക്കെ. അപ്പൊ പൈസയുടെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാം നന്മ എന്ന് പറയുമ്പോൾ ഉടനെ പൈസയെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. പൈസ അതിനകത്തുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ പൈസയെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ചാരിറ്റിയെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. സ്നേഹിച്ച് വഞ്ചിക്കപ്പെടാം, കരുണ കാണിച്ച് വഞ്ചിക്കപ്പെടാം, ക്ഷമിച്ച് പിന്നെ വഞ്ചിക്കപ്പെടാം. ഒരു നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ ഇനിയും നന്നായിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പറ്റിക്കാം. മനുഷ്യൻ എപ്പോഴും ചഞ്ചല ഹൃദയമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുന്ന എപ്പോഴും പാവികളെ തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശുശ്രൂഷിക്കുന്ന ആളുകൾ, ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ചില ആൾക്കാർ പാവങ്ങളെ അങ്ങ് സഹായിക്കും, എന്നിട്ട് പിന്നെ പ്രതീക്ഷിക്കും പാവങ്ങളെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും. ഞങ്ങള് പിള്ളേരെ വീട്ടിൽ വളർത്താൻ തുടങ്ങിയപ്പം ഞങ്ങളെ കർത്താവ് പഠിപ്പിച്ചൊരു പാഠമാണ്. ഈ വളർത്തുമ്പം നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ഫീലിംഗ്, കണ്ടോ അവർ എവിടെയെങ്കിലും നശിച്ചു പോയതിന് ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടല്ലേ അവര് രക്ഷപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ അവർക്ക് വലിയൊരു കാര്യമല്ലേ ചെയ്യുന്നത്.
അപ്പൊ അവർ നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കണ്ടേ? വേണ്ടേ? ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. നമ്മുടെ പിള്ളേരെ പോലെ തന്നെ ആയാൽ മതി. ഇപ്പൊ ഇങ്ങനെ നന്മ ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ പഠിച്ച പാഠം, ഈ അഡോപ്ഷനിലൂടെ ഞങ്ങൾ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മളെ പോലെ തന്നെയുള്ള എക്സാക്ട്ലി ഉള്ള പാവികളെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവര് ഞങ്ങളൊന്നുമില്ലാതെ വഴി നശിച്ചു പോയതിനെ ഈ മനുഷ്യൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടാണല്ലോ എന്ന് ചിന്തിക്കണമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒന്നും ആയിരിക്കില്ല, തിരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഇവനെങ്ങാനും ഞങ്ങളെടുത്ത് നോക്കിയിരുന്ന വഴിയിൽ ഞങ്ങൾ വേറെ വല്ല നല്ല ജോലി ചെയ്ത് സ്വന്തമായിട്ട് ജീവിച്ചാൽ എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കും. വിചാരിക്കും, കഷ്ടകാലത്തിനാണല്ലോ ചെയ്തത്. ഇങ്ങനെയൊക്കെ മടുത്തു പോവാം. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ കർത്താവ് അത് അനുവദിച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവരെ ഞങ്ങൾ സ്നേഹിച്ചതിനേക്കാൾ അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇതൊക്കെ ഒരു കർത്താവിന്റെ കൃപാ ഭാഗ്യം എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റൂ. അപ്പൊ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുത്തു പോവാം. രണ്ടുപേര് വഞ്ചിച്ചു, ഇനി നമ്മൾ ഈ പണിക്ക് പോവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നിങ്ങൾ മടുത്തു പോകരുത്. ഒരിക്കലും നന്മ ചെയ്യുമ്പോൾ അതിനകത്ത് പെയിൻ ഉണ്ട്. കർത്താവ് നമുക്ക് നന്മ ചെയ്തപ്പോൾ എന്തുമാത്രം വേദന അനുഭവിച്ച നന്മ ചെയ്തത്. അവൻ നന്മ ചെയ്യാൻ വേണ്ടി ചുറ്റി നടന്നു എന്നാണ് പാട്ട് പാടുന്നല്ലേ. ആ പാട്ട് കേട്ടിട്ടില്ലേ? നാടെങ്ങും നന്മ ചെയ്ത് ചുറ്റി നടന്നവനെ എന്നൊരു പാട്ടുണ്ട്. ചങ്കിലെ ചോര കൊണ്ട് നാടെങ്ങും നന്മ ചെയ്ത്. ഓക്കെ, അപ്പോ ഈ നന്മ ചെയ്യുന്നതിൽ കർത്താവ് ഒരിക്കലും മടുത്തു പോകുന്നില്ല അല്ലെ? കൃത്യമായിട്ട് മഴ കൃത്യമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്. നമുക്ക് അനുസരണം ഇല്ലെങ്കിലും കർത്താവ് തരുന്നുണ്ട്. അപ്പൊ നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകാതിരിക്കുക എന്ന് പറയുന്ന ഒരു ദൈവിക സ്വഭാവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മ ചെയ്ത് മടുത്തവരുണ്ടെങ്കിൽ അവരോട് കർത്താവിന്റെ ആത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നതാണ്, ഒരു കാരണവശാലും മടുത്തു പോകരുത്. കാരണം നമ്മളും അങ്ങനെ തന്നെയുള്ള ഒരു കരുണ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരാണ്. നമ്മളെ കൊണ്ട് കർത്താവിന് പണ്ടേ മടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മളെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, പുലർത്തിക്കൊണ്ടിരിക്കുന്നു, കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരിക്കലും നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകുന്നില്ല. അതുകൊണ്ട് ആകയാൽ അവസരം കിട്ടുന്നത് പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. മടുത്തു പോകാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തായിട്ട് ചെയ്യേണ്ടി വരും? ഇത് കർത്താവിന് എന്ന പോലെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ മടുത്തു പോകില്ല. മനുഷ്യരോട് എന്ന പോലെയല്ല. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു മനുഷ്യനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. കർത്താവിന് എന്ന പോലെ അത് ചെയ്യും. ബിക്കോസ് ഓൾ ആർ സിന്നേഴ്സ്, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ. അപ്പൊ മനുഷ്യനിൽ നിന്നൊരു നന്മ പ്രതീക്ഷിക്കാതെ, നന്ദി പ്രതീക്ഷിക്കാതെ, ഒരു ബഹുമാനം പ്രതീക്ഷിക്കാതെ, ഓക്കെ, അങ്ങനെ തുടർച്ചയായിട്ട് നന്മ ചെയ്യുന്നത് നമുക്കൊരു നഷ്ടവും വരുത്തുന്നില്ല. അത് നമ്മൾ വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഫിനാൻഷ്യൽ നഷ്ടമല്ല നമ്മുടെ യഥാർത്ഥ നഷ്ടം. നമ്മൾ മടുത്തു പോകുന്ന നമ്മുടെ യഥാർത്ഥ നഷ്ടമൊന്നും. ഓക്കെ, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യാം. ഓക്കെ, നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തമുള്ള ഉപദ്രവമാണ് പരിച്ഛേദന ഏൽക്കാത്തവർക്കുള്ള കഷ്ടം. നിന്ദയും പരിഹാസവുമാണ്. അവർ അഭിമാനം കുറവുള്ളവരായിട്ടാണ് അവർ കാണപ്പെടുന്നത്. ഓക്കെ, അവരൊരു സെക്കൻഡ് ക്ലാസ് ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. അവരെ പള്ളികളിൽ വിസ്തരിക്കുകയും അടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്ന സ്തെഫാനോസിനെ പോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെർസിക്യൂഷനാണ്. അതായത് ഈ ജഡത്തിൽ സുമുഖം കാണിപ്പാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഫേസ് കാണിപ്പാൻ വേണ്ടി, അവരുടെ ആ പ്രൗഢിയിൽ, യഹൂദൻ എന്നുള്ള പ്രൗഢി അവർക്ക് ലഭിക്കാൻ വേണ്ടി, ക്രിസ്തുവിന്റെ കഷ്ടവും നിന്ദയും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി
ഈ പരിച്ഛേദന ഏൽക്കുവാൻ അവർ നിങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടയിലുള്ള ആ ബഹുമാനം, സുമുഖം കാണിപ്പാൻ. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസികൾക്കും എന്നുമെന്നുമുള്ള ഒരു പ്രലോഭനമാണ് മനുഷ്യന്റെ മുൻപിൽ സുമുഖം കാണിക്കുക എന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയാറില്ലേ, മനുഷ്യന്റെ മുമ്പിൽ ഇത്തിരി മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കണം. അതാണ് കല്യാണത്തിന് 2000 പേരെ വിളിക്കാമെന്ന് തീരുമാനിച്ചത്. ആൾക്കാർ നമ്മളെ കുറയ്ക്കരുത്, അവിടെ ഒരു സുമുഖം കിടക്കട്ടെ. ഇവിടെ എല്ലാം ജഡത്തിലുള്ള സുമുഖം കാണിക്കാൻ വേണ്ടി നമ്മൾ ഷോ നടത്തുന്നു. കാർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ അവൻ അത്ര മോശമല്ല എന്ന് ആൾക്കാർ ചിന്തിച്ചോട്ടെ. അപ്പൊ എവിടെയും ഈ ജഡത്തിൽ സുമുഖം കാണിപ്പാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചു ആകാം കേട്ടോ, ദാരിദ്ര്യത്തെ അങ്ങനെ ആഘോഷിക്കാം. കണ്ടോ, അവന് ഒരു എന്ത് ആ ഷർട്ട് കണ്ടോ അവനിട്ടിരിക്കുന്നത്, വളരെ കീറിയ ബാക്കിലോട്ട് സ്റ്റിച്ച്. അപ്പം അതും ആൾക്കാർ എന്ത് പാവപ്പെട്ട മനുഷ്യൻ എന്ന് ചിന്തിപ്പിക്കാനും ഇതേ തന്ത്രം ഉപയോഗിക്കാം. അപ്പൊ ജഡം എന്ന് പറയുന്നതിന് 2 തരത്തിൽ നമ്മളെ പ്രലോഭിപ്പിക്കാനും വീഴിക്കാനും പറ്റും. ഒന്ന് നമ്മുടെ സമ്പന്നതയുടെ ആഘോഷമായിട്ടും മറ്റൊന്ന് ദാരിദ്ര്യത്തിന്റെ ആഘോഷമായിട്ടും. 2 ആഘോഷങ്ങളും ശരിക്കും ജഡത്തിൽ നമ്മളെ സുമുഖം കാണിപ്പിക്കും. ഫ്ലഷില് നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്തുവാൻ കാരണമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ സഹനം അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ ആളുകൾ ചെയ്യുന്നത്. പക്ഷെ കൂടുതലും ധനം വെച്ചുള്ള കളികളാണ്, ധനം ഇല്ലാത്ത കളികളെക്കാളും കൂടുതൽ. പക്ഷെ പ്രലോഭനം രണ്ടും ഒരേ ലെവലിലാണ്. പരിച്ഛേദനക്കാർ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് നിങ്ങളെന്ന് കാണിച്ച് അവർക്കൊരു പ്രചോദനം വേണം, അത്രയേ ഉള്ളൂ. അതല്ലാതെ ന്യായപ്രമാണം അംഗീകരിക്കാൻ വേണ്ടി നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടോ അല്ല. അത് ഇന്ന് സഭകളെ സംബന്ധിച്ച് ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് അവരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. മാക്സിമം ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിലാ ആ മതത്തിൽ ചേർക്കാൻ വലിയ താല്പര്യം. പേര് ഈ കർത്താവിനെ കണ്ടെത്തുന്നുണ്ട് ഇതിനകത്തുനിന്ന് വല്ല പിടിയുണ്ടോ? എത്ര വർഷം കഴിഞ്ഞാലും കർത്താവിനെ കണ്ടെത്താൻ പറ്റാതെ സഭയ്ക്കകത്ത് സ്റ്റക്കായി പോകുന്ന ആൾക്കാരുണ്ട്, പത്യോപദേശം കിട്ടാതെ. ഞങ്ങള് ഒരു മകള് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന്, അവരൊറ്റയ്ക്ക്, ആരും സുവിശേഷം പറഞ്ഞിട്ടല്ല, അവരൊറ്റയ്ക്ക് കർത്താവിനെ സ്വീകരിച്ചു. ഞങ്ങളടുത്ത് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, അടുത്ത ഏതെങ്കിലും ഒരു സഭയുണ്ടോന്നാൽ. അപ്പൊ ഇവര് വിശ്വാസത്തിന് ഒറ്റയ്ക്ക് വന്നവരാണ്. അപ്പൊ ഞാന് നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ് ചർച്ചിന്റെ ഒരു പ്രധാന അധികാരിയെ വിളിച്ചു ചോദിച്ചു, അവിടെ എങ്കിലും ഒരു ചർച്ചിനെ നയിപ്പിച്ചു കൊടുക്കാൻ ഒരു നല്ല ശുശ്രൂഷിക്കുന്ന ഒരു ഉപദേശി. അപ്പൊ അദ്ദേഹം എന്നോട് പറയുക, എന്റെ ചേച്ചേ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ആരെയും കാണിച്ചു തരാൻ പറ്റിയല്ല. കാരണം എല്ലായിടത്തും രാഷ്ട്രീയവും പൊളിറ്റിക്സും ആണ്. ഇനി ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടോ എന്ന് അന്വേഷിക്കാം ഇവരെ മെന്റർ ചെയ്യാൻ. അതല്ലാതെ ഒരു ആലോചിക്കുന്ന ഒരു ദേശത്തെക്കുറിച്ചുള്ള സാക്ഷി അത്. അവിടെ സഭകൾ അനേകമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആളെ ചേർക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന്, വിശുദ്ധിയിൽ നടത്താൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിലാണ് അവരെന്ന് അവർക്ക് വേണേൽ പറയാം, ഞങ്ങൾ പുതിയ 2-3 വിശ്വാസികൾ സ്നാനപ്പെട്ടു, ഞങ്ങളോട് സഭയോട് ചേരാനിടയായി എന്ന് വേണമെങ്കിൽ നമ്മുടെ മാസികയിലൊക്കെ കൊടുക്കാം. പക്ഷെ അതല്ലാതെ യാതൊരു നന്മയും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ അവരെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജഡത്തിൽ സുമുഖം കാണിക്കുവാൻ പ്രയോജനപ്പെടും എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു ആത്മീക വർധനയും വരുന്നില്ല എന്ന് മാത്രമല്ല, അത് ക്രൂശിലെ നിന്ദയെ അവഗണിക്കുകയും പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യും, ജഡത്തിൽ പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് പൗലോസ് പറയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദ ക്രോസ് ആൻഡ് മൈ കണക്ഷൻ വിത്ത് ദ വേൾഡ്. അതൊരു വലിയ വിഷയമാണ്. ഈ ക്രൂശ് എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ ലോകത്തോട് ക്രൂശിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഗോയിങ് ടു ഫോൾ ഫോർ ദ റെപ്യൂട്ടേഷൻ. ലോകം എന്തു പറയുന്നു എന്നുള്ളതിൽ ഞാൻ ഇനി വീഴാൻ പോകുന്നില്ല എന്നർത്ഥം. കാരണം ഐ എം ക്രൂസിഫൈഡ് ടു ദ വേൾഡ്. ലോകത്തിന്റെ അഭിപ്രായം, അവരുടെ എന്താ പറയുന്നത്, അംഗീകാരം, അവരുടെ മുമ്പിലുള്ള മാനം,
അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കാൻ പറയില്ലേ, നിങ്ങളെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്ന ദൈവം എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? ഈ ലോകം നിങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നും ഈ ലോകത്തിലെ മാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നും പ്രലോഭിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും എന്താ പറയേണ്ടത്? നിന്നെ അനുഭവിക്കുന്നവരോട് ഈ ലോകം നിങ്ങൾക്കും നിങ്ങൾ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അവിടെ നിന്ദിച്ചാൽ എന്താ കുഴപ്പം? ലോകത്തോട് ക്രൂശിക്കപ്പെട്ടവരെ സംബന്ധിച്ച് നിന്ദ ഓട്ടോമാറ്റിക്കലി വരണമല്ലോ. അപ്പൊ ജഡത്തിൽ സുമുഖം കാണിക്കണം നമുക്കില്ലല്ലോ. ആളുകൾ എന്തു പറയണം എന്നുള്ളതിനോട് നമ്മൾ മരിച്ചോ? ആളുകൾ എന്ത് ചിന്തിക്കുമെന്നുള്ളതിനോട് മരിക്കുന്നത് ഡിസൈപ്പിൾഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എ ക്രോസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പണന്റ് ഇൻ എ ഡിസൈപ്പിൾഷിപ്പ്. അത് ലോകത്തോട് ഞാനും എന്നോട് ലോകവും അതാണ്. തിരിച്ചും മറിച്ചും. ഇപ്പൊ ഞാൻ ലോകത്തോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുള്ളത് എന്റെ മനോഭാവമാണ്. പക്ഷെ ലോകത്തിനും അങ്ങനെ ഒരു മനോഭാവം ഉണ്ട്. അവൻ പോക്കാണ്. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ലോകത്തിന് നമ്മളോടുള്ള മനോഭാവമായിരിക്കും. ദാറ്റ് മീൻസ് വി ആർ ഗോൺ കേസസ് എന്ന് ലോകത്തിന് മനസ്സിലാവണം. ഓക്കെ? അപ്പൊ ലോകത്തിന് നമ്മോടും നാം ലോകത്തോടും ലോകം നമ്മോടും. ഓക്കെ? അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചും മറിച്ചുമാണ്. ദർ ഇസ് നോ അക്കൗണ്ട് ടു ബി സെറ്റിൽഡ് വിത്ത് ദ വേൾഡ്. എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനില്ല. എന്നെ കുറിച്ച് ലോകം എന്ത് പറയുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ പറയാം, ഇതാണ് അഹങ്കാരത്തിന്റെ ലക്ഷണം. നാട്ടുകാരെന്ത് പറഞ്ഞാലും അവനൊരു കുഴപ്പമില്ല. അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നവരുണ്ടാവും. ഇതല്ല. ഇത് ബലഹീനതയിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. അതിനർത്ഥം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ തോന്നിയ പോലെ നടക്കുകയല്ല ചെയ്യുന്നത്. ലോകം എന്തെങ്കിലും ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ച് അല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുക ചെയ്യുന്നത്. വെൻ ഐ ആം ഓൺ ദ ക്രോസ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ. നന്മ ചെയ്യുന്നതിൽ, ഉദാഹരണത്തിന് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്നുള്ളൊരു കൽപ്പന നമ്മൾ ഇതിനു മുമ്പ് വായിച്ചല്ലോ. അപ്പൊ ആ കൽപ്പന നമ്മൾ ഉറ്റു നോക്കിയാൽ ലോകം നമ്മളോട് പറയും, ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കും. അല്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. നമ്മൾ അതിനൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം ദ വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു മീ. ലോകം, ഈ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലും ലോകത്തിലെല്ലായിടത്തും ഈ വലിയ വിശ്വാസികളുടെ ആഗ്രഹമാണ് ഒരു ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. ഈ ലോകത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അമേരിക്ക ദൈവമക്കളുടെ നാടാണ്. അമേരിക്കയിലെല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കണം. അമേരിക്കയിൽ അബോർഷൻ നടക്കാൻ പാടില്ല. അമേരിക്കയിൽ ഗേ സെക്സ് നടക്കാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ തടയാൻ പറ്റും. ഇത് നിങ്ങളുടെ പണിയുമല്ല. ലോകം നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അവിടെ ബുൾഡോസർ വരുമ്പോൾ നമ്മളൊരു കല്ലിട്ട് കൊടുത്താൽ കല്ല് പൊടിഞ്ഞു പോകുള്ളൂ. ഐഹികമല്ല കർത്താവിന്റെ രാജ്യം. ആ ലോകം എന്നോട് ക്രൂശിക്കപ്പെട്ട ഒരു ലോകമാണ്. അവിടെ പണിയാൻ പോയാൽ ഞാൻ ഇടറിപ്പോവുകയുള്ളൂ. ആ ലോകത്ത് വിശ്വാസിക്ക് ഒരു പണി അവശേഷിക്കുന്നില്ല. അവിടെ ഒരു ഇവിടെ ഹിന്ദുക്കളെല്ലാം കൂടെ രാമരാജ്യം പണിയാൻ തുടങ്ങുന്ന പോലെ അവിടെ എല്ലാം കൂടെ പോയി ക്രിസ്തുരാജ്യം പണിയാൻ പോകരുത്. അത് യഹൂദന്മാർ കാണിച്ചതിനേക്കാളും വലിയ മണ്ടത്തരമായിട്ട് അവസാനം മാറും. കാരണം ദൈവത്തിന്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മാവിൽ സ്ഥാപിക്കപ്പെടുന്നതാണ്. ഏത് വഴിതെറ്റി കിടക്കുന്നവനെയും റിസ്റ്റോർ ചെയ്യാനുള്ള ദൈവസ്നേഹമാണ്, ആ നീതിയാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയ ചേരിതിരിവ് പിടിച്ച് ലോകത്തെ നന്നാക്കാൻ നടക്കുന്നവര് ലോകവുമായി ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ? ഇത് അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ കേൾക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഗലാത്യ ലേഖനം. വി ആർ ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു us. ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എന്തും സംഭവിക്കാം. ഓക്കെ? സോ വി ആർ നോട്ട് പൊളിറ്റിക്കലി അഫിലിയേറ്റഡ്, ബട്ട് വി ഹാവ് അവർ പ്രിഫറൻസസ്, ബട്ട് വി ആർ നോട്ട് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. കാരണം അങ്ങനെ ഒരു ആക്ടിവിസം നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. സകലരോടും കരുണ കാണിക്കാനാ കർത്താവ് പറഞ്ഞേക്കുന്നല്ലേ? സകലരോടും. അപ്പൊ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് നീതി, സമാധാനമൊക്കെയാണ്. അല്ലാതെ മതം സ്ഥാപിക്കുന്നതല്ല, രാജ്യം സ്ഥാപിക്കുന്നതല്ല, ഐഹികമായി എന്തിനെങ്കിലും വേണ്ടി പോരാടുന്നതല്ല. നീതിയും സമാധാനവും വാഴുന്നതാണ്. കർത്താവിന്റെ മനസ്സുള്ളവരായി മാറുന്നതാണ്. ഒരു അഗതിയെ കാണുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ
ഒരു ഒരു അധകൃതനായി നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ദൈവികമായ സിമ്പതിയും സ്നേഹവുമാണ് ന്യായപ്രമാണം. ഓക്കെ, അവനോട് തോന്നുന്ന കരുണയാണ് ന്യായപ്രമാണം. അവനെ വിധിക്കുന്നതല്ല ന്യായപ്രമാണം. അവൻ ശരിയാവില്ല ബ്രദറെ, അവരല്ല ഇങ്ങനെയാ ബ്രദറെ, അതല്ല ന്യായപ്രമാണം. അത് ലോകത്തിന്റെ പ്രമാണമാണ്. കർത്താവിന്റെ പ്രമാണം ഏത് തിന്മക്കാരനെയും മാനസാന്തരപ്പെടുത്താൻ കഴിവുള്ള സുവിശേഷത്തിലുള്ള വിശ്വാസമാണ്. ദി ഗോസ്പൽ ക്യാൻ കൺവേർട്ട് എനി വൺ. പക്ഷെ നമ്മൾ അവരെ കരുണയോടെ നോക്കണം, സിമ്പതിയോടെ നോക്കണം. ലോക വ്യവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ നമ്മുടെ സിമ്പതി നഷ്ടപ്പെടും. പാപികളോട് നമുക്ക് സിമ്പതി ഉണ്ടാവില്ല. നിങ്ങളൊരു പാപിയെ സങ്കല്പിച്ചേ, സിമ്പതിയാണോ തോന്നുന്നത്? അവനോട് ഇവനെ ഒന്നും വിടരുതെന്നാണോ തോന്നുന്നത്? ഇവനെ ഒന്നും വിടരുതെന്നാ തോന്നുന്നെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ആത്മാവിനാലല്ല, ഈ രാഷ്ട്രീയ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. ദാറ്റ്സ് ആൻ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ്. കാരണം ഈ യഹൂദന്മാർ കാത്തിരിക്കുന്ന എതിർ ക്രിസ്തുവും ഇന്ന് ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്ന എതിർ ക്രിസ്തു അല്ല, ഐഹിക മെസ്സിഹയാണ്. ഐഹിക മെസ്സിഹ, ഈ പൊളിറ്റിക്കൽ മെസ്സിഹ. രാഷ്ട്രീയ മെസ്സിഹമാരെ കാത്തിരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യയിൽ പല ആൾക്കാരും കാത്തിരിപ്പുണ്ട്. ഒരു ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടോ? ഞാൻ കാത്തിരിക്കുന്നില്ല. ഞാൻ കർത്താവ് ആകാശമേഖലയിൽ വരാൻ വേണ്ടി കാത്തിരിക്കും. ഇവിടെയുള്ള രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കാത്തിരിക്കുവല്ല. ഇന്ത്യയിൽ ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. എന്താ പ്രയോജനം? അവൻ പാപം ചെയ്ത് നരകത്തിൽ പോകാന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഭരിക്കാനൊന്നും പറ്റില്ല. അതായത് കർത്താവിന്റെ രാജ്യം ഒരിക്കലും ദൈവാത്മാവിലല്ലാതെ പട്ടാളത്തെ കൊണ്ട് നടത്താൻ പറ്റുന്ന രാജ്യമല്ല. വി ടോട്ടലി കൺഫ്യൂസ്ഡ് അബൌട്ട് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പൊ ലോകം നമ്മളോട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഞാൻ ഇതിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് എന്റെ പ്രശംസ. ഐ എം ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ടു മീ, ആൻഡ് ഐ ഹാവ് നത്തിങ് ടു കൗണ്ട് ഹിയർ. No amends to make, no rewards to reap, no recognition to gain, no approval to seek. Nothing remains. കാരണം ഈ ലോകം എന്ന് പറയുന്ന നശിച്ചു പോകുന്ന കപ്പൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് തിരിക്കാൻ ശ്രമിച്ചും നന്നാക്കാൻ ശ്രമിച്ചും തോറ്റുപോകാൻ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നില്ല. Because I know there's a kingdom that's coming from above. Okay, പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ നമ്മൾ പുതിയ സൃഷ്ടികളായെന്നുള്ളത് മാത്രമാണ് കാര്യം. നത്തിങ് എൽസ് മാറ്റേഴ്സ്, നത്തിങ് എൽസ്. ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നത്തിങ് എൽസ് മാറ്റേഴ്സ്. ഓക്കെ, പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല. പരിച്ഛേദന ഏറ്റവും കുഴപ്പമില്ല, ഏറ്റിലും കുഴപ്പമില്ല. ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ്. ബിക്കോസ് വി ആർ ഫോളോയിങ് ആൻ എറ്റേണൽ കവനന്റ്, spiritual covenant established by the blood of Christ. Okay, പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ആരാണ് ദൈവത്തിന്റെ ഇസ്രായേൽ? നമ്മൾ സാധാരണ പറയാറുണ്ട് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ്. ഏത് ഇസ്രായേലിന് വേണ്ടിയാ? ദൈവത്തിന്റെ ഇസ്രായേലിന് വേണ്ടിയാണോ അതോ മനുഷ്യന്റെ ഇസ്രായേലിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഏതാണ് ദൈവത്തിന്റെ ഇസ്രായേൽ? നമ്മൾ ഇതിനു മുമ്പ് 4-ാമത്തെ അധ്യായത്തിൽ അതല്ലേ കണ്ടുകൊണ്ടിരുന്നത്? എന്താണ്? 26-ാം വാക്യം, മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. ഓക്കെ, എബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. അപ്പൊ പുത്തനാം യെരൂശലേമിനെ നോക്കിയിരിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിനെ നോക്കിയിരിക്കുന്ന നമ്മളാണ് ദൈവത്തിന്റെ ഇസ്രായേൽ. അപ്പൊ ദൈവത്തിന്റെ ഇസ്രായേലിന് നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
ദൈവത്തിന് ആ ഒരു ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ നിഴലായിരുന്നു. ആ നിഴലിൽ ഇപ്പൊ വസിക്കുന്നവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് തന്നെയാണ്. പക്ഷെ വാഗ്ദത്തം മെസ്സിയായാണ്, വേറെ വാഗ്ദത്തങ്ങളൊന്നും. ഐഹികമായ വാഗ്ദത്തങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ അത് ഐഹികമായ വാഗ്ദത്തങ്ങളല്ല, അത് ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ കർത്താവിനെ ക്രൂശിച്ചത്. അവർക്ക് വേണ്ടി നൽകപ്പെട്ടവനായിരുന്നു കർത്താവ്. ദ പ്രോമിസ് വാസ് ഫോർ ദം, ബട്ട് ദേ സ്റ്റിൽ റിജക്ട് ദ പ്രോമിസ് ആൻഡ് ദേ തിങ്ക് ഇറ്റ്സ് നോട്ട് എൻ എറ്റേണൽ കിങ്ഡം, ഇറ്റ്സ് എ ഫിസിക്കൽ പൊളിറ്റിക്കൽ കിങ്ഡം. അവർ ആ മെസ്സിയായി നോക്കിയിരിക്കുകയാണ്. അപ്പൊ എതിർ ക്രിസ്തു വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? ഈ പൊളിറ്റിക്കൽ മെസ്സിയായിട്ട് വരണം. അവനെ കാത്തിരിക്കുന്നവരിലേക്കാണ് അവൻ വരുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും പൊളിറ്റിക്കൽ മെസ്സിയായി നോക്കിയിരിക്കുന്നവരും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സഖ്യമുണ്ട്. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ മെസ്സിയ ഹു വുഡ് എസ്റ്റാബ്ലിഷ് ആൻ എർത്ത്ലി കിങ്ഡം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ബാക്കിയുള്ളത് നിങ്ങളുടെ ഹൃദയത്തിന് വിടുന്നു. ആരാണ് രാഷ്ട്രീയ മെസ്സിയായി കാത്തിരിക്കുന്നത്? ഇസ്രായേലാണ്. അതിന്റെ കൂടെയുള്ള വലിയൊരു കൂട്ടം ജനവും ഒരു രാഷ്ട്രീയ മെസ്സിയായി കാത്തിരിക്കുന്നു. അതാണ് അന്ത്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസെപ്ഷനുകളിലൊന്ന്. വി ആർ ഓൾ എക്സ്പെക്ടിങ് എ പൊളിറ്റിക്കൽ മെസ്സിയ. രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ രക്ഷിക്കുന്ന, രാജ്യം സ്ഥാപിക്കുന്ന ഒരാളെ അന്വേഷിച്ചിരിക്കുന്നു. അപ്പൊ ഇസ്രായേലിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെസ്സിയ വരാൻ പോകുന്നു. അപ്പൊ അത് അവരോടൊപ്പം അത് കാത്തിരിക്കുന്ന വിശ്വാസികൾ ഉണ്ടാകാൻ പോകുന്നു. There's going to be a great deception. അല്ലെ? അങ്ങനെയല്ലേ? നമ്മുടെ ചുറ്റും നോക്കിക്ക്. അടുത്ത വാക്യം, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏത് പ്രമാണം? സ്നേഹത്തിന്റെ പ്രമാണം, പുതിയ സൃഷ്ടിയുടെ പ്രമാണം, പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഗോഡ്സ് ഇസ്രായേൽ, അതൊരു സിനോണിമിന്റെ പ്രയോഗമാണ്. ഈ പുതിയ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ തന്നെയാണ് ദൈവത്തിന്റെ ഇസ്രായേൽ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. എന്തായി പ്രയാസം? ക്രിസ്തുവിനെ ക്രൂശിതനായി വരച്ചു കിട്ടിയിട്ടും ഇവർ ഓരോ ഉപദേശങ്ങളാൽ അലഞ്ഞ് ഒഴുകുന്നവരായി വീണ്ടും യൂദായിസേഴ്സ് ആയിട്ട് മാറി. അതാണ് പ്രശ്നം. പിന്നെയും പിന്നെയും ഈ നിയമങ്ങളുടെ ആകർഷണം, പഴയതിന്റെ ആകർഷണം, ആ പഴയ രാജകീയത്വത്തിന്റെ ആകർഷണം, ഫിസിക്കൽ ലോകത്തിന്റെ ആകർഷണത്തിലേക്ക് ഇവർ മടങ്ങി പോകുന്നത് കണ്ടിട്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ ഈ കാര്യത്തിൽ പ്രയാസപ്പെടുത്താൻ ഇടവരുത്തരുത്. കാരണം ഡോണ്ട് ഫോൾ ബാക്ക് ടു യുവർ ഓൾഡ് വേസ്. ഓക്കെ, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയതിൽ പ്രശംസിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ കൃപ എന്ന വാക്കിന്റെ രണ്ടർത്ഥങ്ങളിൽ നമുക്ക് ഇവിടെ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ ആത്മാവോട് കൂടെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവന്റെ തേജസ്സിനാൽ നമ്മൾ നിറയട്ടെ എന്നൊരർത്ഥം അതിനുണ്ട്. ബിക്കോസ് വി ആർ ഈഗർലി അവൈറ്റിംഗ് ഹിസ് ഗ്ലോറി. ആ ഗ്രേസ് നമ്മളിൽ നിറയട്ടെ. ഇപ്പൊ സഹോദരനോട് നമ്മൾ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോഴെല്ലാം യേശുവിന്റെ കൃപ കൃപയുള്ളവരായിരിക്കട്ടെ. കൃപയാൽ രുചി വരുത്തിയ വാക്കുകൾ പുറപ്പെടട്ടെ. കൃപയോടെയുള്ള നോട്ടം ഉണ്ടാകട്ടെ. ആ ഒരു മനോഹരത്വം നമ്മളിൽ ഉണ്ടാകട്ടെ. കൃപ എന്ന് പറയുന്നതിനകത്ത് ഒരു മനോഹരത്വം ഉണ്ട്. വെരി ഗ്രേസ്ഫുൾ എന്ന് പറയുന്നതിനകത്തൊരു ഒരു മനോഹരത്വമാണുള്ളത്. ഹൗ ഗ്രേസ്ഫുൾ! എന്തൊരു കൃപയാണ്, എന്തൊരു മനോഹരത്വമാണ്, എന്തൊരു ദൈവികമായ മനോഹരത്വം, എന്തൊരു അലൗകികമായ മനോഹരത്വം. അപ്പൊ നമ്മളിൽ അലൗകികമായ മനോഹരത്വം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ ആത്മാവോട് ചേർന്നതിരിക്കട്ടെ. നമ്മൾ ഏത് മനുഷ്യനോട് സംസാരിക്കുമ്പോഴും ഈ അലൗകികമായ ആ മനോഹരത്വം അവർ കാണുവാനിടയാകട്ടെ. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് ക്രൂശിക്കപ്പെടണം, ലോകം നമ്മളോടും. അപ്പൊ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനം ഉണ്ടാകും. ഇപ്പൊ ചുറ്റും നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കില്ല. നമ്മൾ കർത്താവിന്റെ വരവ് നോക്കി ആകാശത്തേക്ക് നോക്കിയിരിക്കും. വാട്ട് എവർ ഹാപ്പൻസ് അറൗണ്ട് us will not bother us. കൃപ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. അതിതാണ്, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്.
അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഓർക്കുക. നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ അംഗീകാരവും ഓർക്കുമ്പോൾ നമുക്ക് സകലരോടും കരുണ കാണിക്കാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കും.